എലിന, ശ്രീനി സാറിന് നമുക്ക് ആസ് എൻ ആക്ടർ, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ ഇങ്ങനെയൊക്കെ നമ്മുടെ ഫേവറേറ്റ് ആണ്. അപ്പൊ സാറിന്റെ എഴുത്തിനൊരു വലിയ പ്രത്യേകത ഉണ്ട്. അതായത് ഇപ്പൊ കുടുംബം, രാഷ്ട്രീയം ഈ രണ്ട് വിഷയങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടാണ് അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അത് ഹാസ്യത്തിലൂടെയാണ് എപ്പോഴും നമുക്ക് മുന്നിലേക്ക് സിനിമയിലൂടെ എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും മലയാള സിനിമയിലെ രണ്ട് പ്രധാന പൊളിറ്റിക്കൽ സറ്റയേഴ്സിൽ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടുണ്ട്. പഞ്ചവടി പാലത്തിൽ അദ്ദേഹം അഭിനയിച്ചു, സന്ദേശം അദ്ദേഹം എഴുതി. അതെ, കറക്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ഈ സന്ദേശത്തിലെ പല സീൻസും ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ ഇടയിൽ വരെ വളരെയധികം വൈറലാണ്, പോപ്പുലർ ആണ്. അതെ അതെ, നമ്മളിങ്ങനെ എടുത്തിരിക്കുന്ന ഡയലോഗ് പറയുന്നതൊക്കെ മിക്കതും നമ്മുടെ ശ്രീനിയേട്ടൻ നമുക്ക് നൽകിയ ഡയലോഗുകളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 5 മാസ് ഡയലോഗ്സ് ഒക്കെ നമുക്ക് ഒന്നുകൂടെ കേൾക്കണ്ടേ? കേട്ടാലോ? ഇവിടെ ഒരു എഴുത്തുകാരൻ പറഞ്ഞല്ലോ, DPEP എന്ന് പറഞ്ഞാൽ ദരിദ്രരായ പിള്ളേര് എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ. സത്യത്തിൽ അതല്ലേ DPEP? എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അച്ഛനോ? ഞാൻ വിചാരിച്ചു ഏതോ കുത്തക മുതലാളിയാണ്, പേടിച്ചു. അയ്യോ, സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല. മീനവിയൽ എന്തായോ എന്തോ. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഐശ്വര്യത്തിന്റെ സൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ? ഒരൊലക്ക കിട്ടുമോ? ഈ നമ്മള് മാഷപ്പ് സോങ്ങുകൾ കേട്ടിട്ടുണ്ട്, പക്ഷെ മാഷപ്പ് ഡയലോഗ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ശ്രീനിയേട്ടിൽ നിന്നുമാണ് ഇത്രയും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ പറയുന്ന ഈ ഐക്കോണിക് ഡയലോഗ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം ഡയലോഗ്സ് നമ്മൾ ഇപ്പോഴും വേറൊരാൾക്ക് അടിക്കാന്ന് പറയുന്നത് ശരിക്കും അതിനൊരു വഴി തെളിയിച്ചിരിക്കുന്നത് ശ്രീനിയേട്ടൻ ഈ ഡയലോഗ്സ് ആണ്. ആൻഡ് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഡയലോഗ്സ് ഒരുമിച്ച് നമുക്ക് കാണാനും സാധിച്ചത്. ദാറ്റ്സ് ലൈക്ക് എ ലെജൻഡറി മൊമെന്റ്. താങ്ക് യു സോ മച്ച്. ഞാൻ സലീമേട്ടനായിട്ടൊന്ന് കണക്ട് ചെയ്യട്ടെ. സലീമേട്ട, നിങ്ങൾ ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിൽ ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് വ്യത്യസ്തനാം ബാലൻ എന്നുള്ള ആ ഒരു പാട്ടും ആ രംഗവും അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? അത് ഇവിടെ ഉണ്ട്. ഉറപ്പായിട്ടും നമുക്ക് പ്രദീപേട്ടിൽ നിന്ന് ആ പാട്ട് കേൾക്കുകയും ചെയ്യാം. കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അതെ, പ്രദീപേട്ടനെ ഞാൻ എന്തെങ്കിലും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഈ അവസരത്തിൽ. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ ആരും തിരിച്ചറിഞ്ഞില്ല. പ്രതിഭേട്ട ഇതിലും വലിയൊരു അംഗീകാരം ഇനി കിട്ടാനില്ല. പെട്ടെന്നൊരു ഇമോഷണലായി അല്ലേ പ്രതിഭേട്ട? എന്തായിരുന്നു ആ പാട്ട് പാടാനും അതുപോലെ ശ്രീനേട്ടനുമായിട്ടുള്ള ഒരു അനുഭവം അല്ലേ? ഈ പാട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ പാട്ടാണ്. എന്നെ ഞാനാക്കിയ പാട്ട് എന്ന് ഞാൻ പറയുന്നത് ഈ പാട്ടാണ്. ഈ പാട്ട് ഞാൻ പാടാൻ വേണ്ടി സ്റ്റുഡിയോയിൽ ചെന്നിട്ട് പാടിക്കഴിഞ്ഞ് പോരാൻ നേരം എന്നോട് ജയചന്ദ്രൻ സാർ പറഞ്ഞു, ശ്രീനി സാർ വരുന്നുണ്ട്, ഈ പാട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് തീരുമാനിച്ചാൽ പോരെ, അതായത് ഞാൻ പാടണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചാൽ പോരെ എന്നാണ് പറഞ്ഞത്. ശാസ്തമംഗലത്തുള്ള സ്റ്റുഡിയോയിലാണ്, ഈസ്റ്റ് കോസ്റ്റിന്റെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡിങ്. അവിടെ ചെന്ന് പാടി സാർ വന്നു. സാർ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ സൈഡിലൂടെ സാറിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാറിന്റെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഞാൻ കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇതിനു മുമ്പ് പാടിയ പല പാട്ടുകളും പോലെ ദൈവമേ ഇതെന്റെ കയ്യിൽ നിന്ന് പോവോ എന്ന് വിചാരിച്ചു. പക്ഷേ പാട്ട് പാടിയതിനു ശേഷം കേട്ടതിന് ശേഷം സാർ ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് ജയചന്ദ്ര സാർ ചോദിച്ചു നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞൊരു മറുപടിയാണ് പ്രദീപ് പള്ളുരുത്തിയാക്കിയത്. എന്തായിരുന്നു ആ മറുപടി? ഇതെന്താണോ അതാണ് എനിക്ക് വേണ്ടത്. അത് മാത്രമല്ല, ഈ സിനിമയില് പ്രദീപ് പള്ളുരുത്തി ശ്രീനിവാസ സാറിന് മാത്രമല്ല പാടിയേക്കണത്, 3-4
ടോണിൽ പാടിയിട്ടുണ്ട് അല്ലേ? അതെ അതെ, സാറിന് വേണ്ടിയിട്ട് സാറിനെ പറ്റിയുള്ള, അതായത് ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള പാട്ട് ഒരു 3-4 പേരുടെ വോയിസിലാണ് ഞാൻ പാടിയിരിക്കുന്നത്. അത് പാട്ട് എഴുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ സിനിമയിലെ മറ്റൊരു കഥാപാത്രമായ സലിം കുമാർ, കവിയായിട്ട് അഭിനയിക്കുന്ന സലീമേട്ടൻ അല്ലേ? ശരിയാണ്. ഇവിടെ ഒരു 2 ലൈൻ ഒന്ന് പാടാം. തീർച്ചയായിട്ടും പാടാം. തീർച്ചയായിട്ടും. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. ബാലൻ ഒരു കാലൻ ശീലൻ അതിനോലൻ ജനതോടൻ നമ്മുടെ ബാലൻ 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 ബാലൻ. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. സലീമേട്ട എങ്ങനെ തോന്നുന്നു ഈ ഒരു അവസരത്തിൽ സലീമേട്ടന്റെ പാട്ടൊക്കെ പാടി ഒരു നല്ല മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ സലീമേട്ടന്? എനിക്ക് എപ്പോഴേ ഫീൽ ചെയ്തു. മാത്രമല്ല ആ കടലാസ് കഷങ്ങൾ പറന്നു പോണത്, ഇത്രയും ഉറക്കമൊഴിച്ച് എഴുതിയ പാട്ടുകള് നമ്മുടെ പ്രിയപ്പെട്ട സലീം കുമാറിന്റെ പറന്നു പോകുന്ന സീൻസ് ആണ് അതിനകത്ത് വന്നത് അല്ലേ? കാണാൻ പോകുമ്പോ നമുക്ക് താങ്ക് യു മാർട്ടിൻ, നീ വളരെ നന്നാവുന്നുണ്ട്. അല്ലല്ല ഞാൻ അല്ല ഒരു മിനിറ്റ്, ആ സിനിമ എന്റെ മനസ്സിലൂടെ കടന്നുപോയി. പ്രദീപ് എന്നെ സംബന്ധിച്ചാണെങ്കിലും ഈ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചാണെങ്കിലും എല്ലാവരും കൃത്യമായിട്ട് പൂച്ചുട്ടിനെ വിടറ മറ്റേ തിമിങ്ങത്തെ പിടിക്കണമെന്ന് സുരാജ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കുറെ സാധനം പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വരുന്ന സീൻസ് ഒക്കെ മിന്നി മറിഞ്ഞു പോയി. ഇവിടെ ചെറിയ ചെറിയ മീൻ പിടിക്കാനുള്ള പുഴ മാത്രമല്ല സുരാജ് ഒരു സാധനം കൂടെ ഉണ്ട്, വെറുതെ എണ്ണി കൊടുക്കൂലേ, അപ്പൊ ഈ സാധനം പൈസ എടുത്തു പോലേ പലയാണ്, ഒരു കാര്യമില്ല പിടിച്ചോളാൻ.